നമ്മള് വിദേശത്ത് MBBS പഠിക്കാൻ പോകുന്ന സമയത്ത് ആര് വഴി പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര വർഷമായി അവർ ഈ ഇൻഡസ്ട്രിയിലുള്ളത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോവിഡിന് ശേഷം ആയിരക്കണക്കിന് പുതിയ കൺസൾട്ടൻസികളാണ് വന്നിട്ടുള്ളത്. പലപ്പോഴും രാജ്യം എന്താണെന്ന് അറിയണമെന്നില്ല, അവിടെ നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളെ കുറിച്ച് അറിയേണ്ടതില്ല. അപ്പോൾ ഇത് പലപ്പോഴും കേവലം അഡ്മിഷൻ സപ്പോർട്ട് മാത്രമല്ല, മറിച്ച് കോഴ്സ് കഴിഞ്ഞു വരുന്നവരെ പല നോട്ടിഫിക്കേഷനുകളാവാം, മറ്റ് ഹെൽപ്പുകളാവാം ചെയ്തു തരാൻ പറ്റുന്ന ആളുകളായിരിക്കണം നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പലപ്പോഴും കേവലം ജസ്റ്റ് അഡ്മിഷൻ സപ്പോർട്ട് കഴിഞ്ഞാൽ ഇവർ ഡിസപ്പിയർ ആവും. പിന്നെ നിങ്ങൾക്കൊരു സർവീസ് ആവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിനോ അല്ലെങ്കിൽ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട കാര്യത്തിനോ ഒന്നും അവൈലബിൾ ആവാത്തൊരു സാഹചര്യം വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 15 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു ഏറ്റവും ചുരുങ്ങിയതിൽ 100-ലധികം യൂണിവേഴ്സിറ്റികൾ പേഴ്സണലി വിസിറ്റ് ചെയ്യുകയും ഒരുപാട് രാജ്യങ്ങളെ കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരാൻ കഴിയുന്നുള്ളതാണ്. ഒപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്, എന്തൊക്കെ മാനദണ്ഡങ്ങൾ നമ്മൾ നോക്കേണ്ടതുള്ളതിനെ കുറിച്ചിട്ടും നമുക്ക് നേരത്തെയുള്ള എക്സ്പീരിയൻസ് വളരെ ഹെൽപ്പും സപ്പോർട്ടും ആവുന്നുണ്ട്.